പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം. 27-ാമത്തെ സങ്കീർത്തന ഭാഗമാണ്. കർത്താവെ, അങ്ങേ മുഖം ഞാൻ തേടുന്നു. കർത്താവെ, അങ്ങേ മുഖം ഞാൻ തേടുന്നു. അന്വേഷിച്ചിട്ടുണ്ടോ കർത്താവിനെ എപ്പോഴെങ്കിലും? ആഗ്രഹത്തോടുകൂടെ അവരെന്നെ അന്വേഷിക്കും. അവിശ്വസ്തയോടുകൂടെ എന്നെ അന്വേഷിക്കുമ്പോൾ അവരെന്നെ കണ്ടെത്തും എന്നൊക്കെ കർത്താവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. ഹൃദയപരമാർത്ഥതയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ എന്നെ അന്വേഷിക്കുമ്പോൾ അവരെന്നെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കർത്താവിനെ നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വചനം നമ്മുടെ മുൻപിൽ വെല്ലുവിളിയാകും. കർത്താവെ, അങ്ങേ മുഖം ഞാൻ തേടുന്നു എന്നൊരാൾ പറയുമ്പോൾ എനിക്കത് ഏറ്റുപറയാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ ഇതുവരെയും ഈശോയെ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെ കർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കണ്ടെത്തും. ഏലിയ പ്രവാചകനാണ്. ദൈവത്തിൻ്റെ മലയായ ഹോരേബിലെത്തിയിട്ടൊരു ഗുഹയിൽ വസിച്ചു. അവിടെ ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്ന് അവിടത്തെ കാണാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആഗ്രഹത്തോടെ ഈശോനെ കാണാൻ, ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്തോടെ. വചനം പറയണതനുസരിച്ച് കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞു, ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. ചെറിയൊരു ഇളം തന്നലായി കർത്താവ് ഏലിയായുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനർത്ഥം കർത്താവ് മറ്റൊന്നിലും ഇല്ല എന്നുള്ളതല്ല. കർത്താവിനെ എവിടെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ കർത്താവിനെ തേടുന്നുണ്ടോ എന്നുള്ളത്. അന്വേഷിക്കുന്ന ഒരാളുടെ മുൻപിൽ കർത്താവ് സ്വയം പ്രത്യക്ഷപ്പെടുന്നത് പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും ഒക്കെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എരിഞ്ഞു തീരാത്ത മുൾപ്പടർപ്പിലെ അഗ്നിയായി മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിനെ നമ്മൾ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവായിട്ട് പുതിയ നിയമത്തിൽ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ പല രീതിയിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ മനുഷ്യരുണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിനെ ഇന്ന സ്ഥലത്ത് സ്പെസിഫിക്കായിട്ട് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതല്ല ഇത് പറഞ്ഞു തരണേ. ഒരു മൃദുമന്ത്രണത്തിലോ ഒരു ചെറുകാറ്റിലോ ആണ് കർത്താവ് ഉള്ളതെന്നുള്ളതല്ല ഇന്നത്തെ വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നേരെ മറിച്ച് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളത്. ആഗ്രഹത്തോടുകൂടെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്, അവിടുത്തെ മുഖം തേടുന്നവർക്ക് അവിടുത്തെ ദർശനം കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ദർശനം കിട്ടിയ മനുഷ്യർക്ക് പിന്നീട് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരാസക്തികളിലേക്കും ഒരാഗ്രഹങ്ങളിലേക്കും മനസ്സ് ചായ്വ് ഉണ്ടാകേണ്ടി വരില്ല എന്നുള്ളതാണ് സുവിശേഷം നമ്മളോട് പറഞ്ഞു തരണേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടുകൂടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ വലത് കരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അതിലൊക്കെ നല്ലത് അവയിലൊന്ന് വെട്ടി തീയിലെറിഞ്ഞ് നിനക്ക് സ്വർഗരാജ്യം കരസ്ഥമാക്കുന്നത്. ഫോക്കസ് മുഴുവൻ എവിടെ ആയിരിക്കണമെന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞു തരണേ. നിങ്ങളുടെ കാഴ്ച മുഴുവൻ, നിങ്ങളുടെ ചിന്ത മുഴുവൻ, നിങ്ങളുടെ നോട്ടം മുഴുവൻ ഈ ദൈവത്തെ അന്വേഷിക്കുന്നതിലാവട്ടെ. അപ്പോൾ ബാക്കിയുള്ളതൊന്നും നമ്മളിങ്ങനെ തടസ്സം നിൽക്കാത്ത വിധത്തിൽ, അത് നമ്മുടെ ശരീരത്തിൻ്റെ ആസക്തികളടക്കം നമ്മൾക്ക് ഈ തടസ്സമാവാത്ത വിധത്തിൽ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത്. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവിനെ തേട്. ബാക്കിയുള്ളതിനൊന്നും പിന്നാലെ പോവല്ലേ. ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കല്ലേ. ലോകത്തിൻ്റെതായിട്ടുള്ള വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കളയല്ലേ. കർത്താവിനെ നോക്ക്, കർത്താവിനെ തേട്, കർത്താവിനെ അന്വേഷിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമുക്കറിയാം. ഈശോയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കൂട്ടിയിണക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ഈശോ പറഞ്ഞിരിക്കുന്നത് അതാണ്. നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എത്ര അനുഭവങ്ങളാണ് നമുക്ക്. തമ്പുരാന് വേണ്ടിയിട്ട് ദിവസത്തിൻ്റെ ആദ്യ സമയങ്ങൾ മാറ്റിവെക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകണ കാണുന്നില്ല. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്നല്ല പറയണേ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്കിങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതെല്ലാം ഈശോ ഒരുക്കി വെച്ചേക്കായിരുന്നു. ഈശോയുടെ പ്ലാൻ പദ്ധതി അനുസരിച്ച് കൃത്യമായിട്ടെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഈശോയെ
അങ്ങയെ തേടുന്ന മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ മറ്റെന്തിനെയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഈശോയെ. ഞങ്ങളുടെ ഉള്ളിലെ എണ്ണ വറ്റാത്ത വിധത്തിൽ അങ്ങയെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആവുന്ന വിധത്തിൽ അങ്ങാകുന്ന ഈ ഓർമ്മ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ലോകത്ത് ഞങ്ങൾ സഞ്ചരിച്ചു തുടങ്ങട്ടെ. കർത്താവാണ്. എവിടെ പോയാലും നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ കണ്ണിൽ പെടുമെന്നുള്ളത്. നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ഉള്ളിൽ ഫോക്കസ് ഇട്ടിരിക്കുന്നതെങ്കിൽ ആ പുസ്തകത്തിൽ കൂടി ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിനകത്ത് ഈ സ്നേഹം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ ഉള്ളിൽ പെട്ടെന്നൊരു വലിയൊരു ഫോക്കസ് അവിടെ വരും. ഇതുപോലെ എന്താണോ അന്വേഷിക്കുന്നത് അതിലേക്ക് നമ്മൾ മനസ്സുടക്കും. വ്യഭിചാരത്തിന് വേണ്ടിയിട്ടാണ് മനസ്സ് കൊതിക്കുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. പാപഹേതുവാകാനായിട്ടും മാത്രമുള്ള കാരണങ്ങളാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ മുൻപിൽ തെളിയും. തിന്മ എന്താണോ നമ്മൾ അന്വേഷിക്കുന്നത് അത് നമ്മുടെ മുൻപിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ച കാണും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിന് വേണ്ടി അന്വേഷിക്കാത്ത, ഈശോയെ ഉള്ളിൽ കൊണ്ട് നടക്കാത്ത, ഈശോയ്ക്ക് വേണ്ടി കൊതിക്കാത്ത, നടന്നു നീങ്ങുന്ന വഴികളിലടക്കം കർത്താവ് ഇങ്ങനെ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്, നമ്മളുടെ കരം പിടിക്കുന്നത്, നമ്മളെ ചേർത്ത് പിടിക്കുന്നത്, നമ്മൾക്കൊപ്പം നടക്കുന്നതൊക്കെ അനുഭവിച്ചറിയാൻ പറ്റും. ഉള്ളിൽ ആ തമ്പുരാനാണ് ഫോക്കസ് എങ്കിൽ കർത്താവെ ഞാൻ അങ്ങയുടെ മുഖം തേടുന്നു. ഈശോയെ പലപ്പോഴും മറ്റു പലതും തേടി അലഞ്ഞ് അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല സമയങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. ഒരുപാട് സമയവും കഴിവും ഒക്കെ മാറ്റിവെച്ചിട്ടുള്ളത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. കർത്താവെ അങ്ങയെ അന്വേഷിക്കാനോ അങ്ങയെ തേടാനോ കഴിയാതെ പോയ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ ഞങ്ങൾ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിനെ തേടി നടന്ന ചില മനുഷ്യരെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ താളുകളിൽ കാണുന്നുണ്ട്. 3 രാജാക്കന്മാരെന്ന് പറയുന്ന ജ്ഞാനികളെ നമ്മൾ കാണും. ദൈവത്തെ അന്വേഷിച്ച് നടന്ന മനുഷ്യരാണ്. അവൻ്റെ മുഖം കാണാനായിട്ട് കൊതിയോടെ കാത്തു നിൽക്കുകയും ജീവിതത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ളത് മുഴുവൻ അവന് കാഴ്ചയായി കൊണ്ടുവരികയും ചെയ്ത മനുഷ്യരുള്ള ലോകത്തിൽ, ഇപ്പോഴും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരുള്ളൊരു കാലത്തിൽ നമ്മൾ വേറെന്തിൻ്റെയൊക്കെ പിന്നാലെയാണല്ലോ. നമുക്കൊരു ലൈഫൊന്നും പോരാന്ന് പറഞ്ഞ് നടക്കുക, കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് കർത്താവിനെ അന്വേഷിക്കാൻ പോകുന്നത്? പക്ഷേ ലൈഫ് അതിന് വേണ്ടിയിട്ടാണെന്ന് ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണ്ടേ. ദൈവത്തെ തേടാൻ, അവനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? തമ്പുരാനെ ഞങ്ങൾക്ക് തെളിച്ചവും തരണമേ, തിരിച്ചറിവ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയ്ക്ക് വേണ്ടി ഇനിയെങ്കിലും അന്വേഷിച്ചു തുടങ്ങാൻ, അങ്ങയെ ഒന്ന് കണ്ടെത്താൻ, അങ്ങയുടെ മുഖം തേടി അങ്ങയുടെ മുഖപ്രസാദത്തിന് പാത്രങ്ങളായി തീരാൻ ഈശോയെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന്, ഞങ്ങൾക്ക് ആശീർവാദം നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിലെ മുട്ടിന്മേലായിരിക്കാം. അനുഗ്രഹം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ കർത്താവെ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. അത് ജീവിക്കാനുള്ള വചനമാണെന്ന് ഓർക്കണം. ഇത്രയും കാലമായിട്ടും അത് വെറുതെ കേട്ടുപോവുകയും ധ്യാനിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രാക്ടിക്കലാക്കാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന വചനമാണ്. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ കർത്താവ് എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. വചനം ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം, കർത്താവെ അങ്ങേ മുഖം ഞാൻ തേടുന്നു. അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും അവൻ്റെ മുഖപ്രസാദം കാണാൻ ഭാഗ്യമുണ്ടാവുക ചെയ്യും. ഈ രാത്രി അതിന് നിമിത്തമാവട്ടെ എന്ന പ്രാർത്ഥന സമർപ്പിച്ച് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ